സോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പുതിയൊരു രീതിയിലാണ്. മീൻസ് നമ്മൾ ഇത്ര നേരം ഫോർമുല 1 സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഫോർമുല 1 ടെക്നോളജീസ്, ഫിസിക്സ്, എയറോഡൈനാമിക്സ് അങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. F1 മൂവിയുടെ റിവ്യൂ വീഡിയോ. എനിക്കറിയാം ഈ പടം റിലീസായത് 2025 ജൂണിലാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഒത്തിരി റിവ്യൂസ് കണ്ടു. മലയാളത്തിലും അതുപോലെ ഹിന്ദി എല്ലാ ലാംഗ്വേജസിലും നമ്മൾ ഒത്തിരി റിവ്യൂസ് കണ്ടു. മലയാളത്തിൽ തന്നെ നമുക്ക് ഒത്തിരി റിവ്യൂവേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ അടിപൊളി റിവ്യൂസൊക്കെ കണ്ടു. സോ ഈ വീഡിയോയിൽ ഞാൻ ആ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ടെക്നിക്കൽ സൈഡ്, ഫിലിമിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതായത് ഫോർമുല 1 റിലേറ്റഡ് ടെക്നിക്കൽ സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റിന് ഈ ഫിലിമിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയണം. അത് പറയണമെങ്കിൽ 2021 പോകണം. ആ സമയത്ത് നമ്മുടെ ടോപ്പ് ഗൺ മാവറിക് ഫിലിമിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഡയറക്ടർ ജോസഫ് കൊസിൻസ്കി ലൂയിസ് ഹാമിൽട്ടണ് മെയിൽ അയച്ചു. അതായത് എൻ്റെ ഒരു റേസിംഗ് ഫിലിമിൻ്റെ സ്റ്റോറി ഉണ്ട്, അത് വെച്ചിട്ട് ഐ വാണ്ട് ടു മേക്ക് എ ഫിലിം വിച്ച് ഈസ് മോസ്റ്റ് ഒതൻറ്റിക് റേസിംഗ് ഫിലിം എവർ മെയ്ഡ്. ജോസഫ് കൊസിൻസ്കിയുടെ ക്രാഫ്റ്റിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. റോൺ ലെഗസി, ഒബ്ലിവിയൻ, ടോപ്പ് ഗൺ മാവറിക് പോലെയുള്ള ഫിലിമിൽ നമ്മൾ കണ്ടതാണ്. ഫിലിമിൽ ഇത്രയും ടെക്നോളജി അതും അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ് കൊസിൻസ്കി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് F2 കാർ മോഡിഫൈ ചെയ്തിട്ടാണ് ഇവർ യൂസ് ചെയ്തത്. കാരണം F1 കാറിന് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട്. അതേപോലെ റിയൽ ഫോർമുല 1 റേസ് കാർ ഡ്രൈവേഴ്സ് ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫിലിമിൻ്റെ സ്റ്റോറി ഒരു നോർമലായിട്ടുള്ളൊരു സ്പോർട്സ് മൂവി സ്റ്റോറി തന്നെയാണ്. അതായത് ഒരു നായകനുണ്ട്, അയാൾക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അതായത് ആ ഒരു ഫോർമുല 1 കിരീടം നേടുക എന്നുള്ളത്. അതിന് പുള്ളിക്ക് ഒരു ലാസ്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പുള്ളിയുടെ കൂട്ടുകാരൻ കൊണ്ട് കൊടുത്തു. പുള്ളി അപ്പോൾ ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. നായകൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് സിനിമ, സിമ്പിൾ സിനിമയാണ്. പക്ഷേ ഈ ഫിലിമിനെ ഇത്രയും ബ്രില്യൻ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ഫിലിം ക്രിട്ടിക്സ് ഇത്രയും എടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈയിടെ ഓസ്കാർ നോമിനേഷനൊക്കെ കിട്ടി. അപ്പോൾ ഇത്രയും ഒരു രീതിയിലേക്ക് വരാനുള്ള കാരണം ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം ഈ ഫിലിമിൽ യൂസ് ചെയ്തിരിക്കുന്ന കാറുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ക്യാമറ ആപ്പിളിൻ്റെതാണ്. ആപ്പിൾ ഈ ഒരു ഫിലിമിന് വേണ്ടി മാത്രം കസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്ന ക്യാമറയാണ്. ടോപ്പ് ഗൺ മാവറിക്കിലെ ഓരോ ഷോട്ടുകളും നമ്മൾ കണ്ടതാണ്. അതിലും അടിപൊളി എന്ന് പറഞ്ഞാൽ അതിലും എത്രയോ ടോപ്പ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ട്സാണ് ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഫിലിമിൻ്റെ CG വർക്ക്സ് ആണ്. അടിപൊളിയാണ്. ഓസ്കാർ നോമിനേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിമിൻ്റെ CGIയുടെ ഒരു ബിഹൈൻഡ് ദ സീൻസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഈ ഫിലിമിൽ ചില ഓവർടേക്ക് സീൻസ്, അല്ലെങ്കിൽ ഈ അതിൻ്റെ ഇടയിൽ ആ ടയർ ഊരിപ്പോകുന്ന സീന്, അല്ലെങ്കിൽ ചില സീൻസൊക്കെ റിയലായിട്ട് ഫോർമുല 1 റേസുകളിൽ നിന്ന് ഫുട്ടേജസ് എടുത്ത് CGI ചെയ്ത് ഈ അപെക്സ് GP കാറിനെ അവിടെ റീപ്ലേസ് ചെയ്തതാണ്. അതുകൊണ്ട് ആ VFX ഡയറക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു റേസിംഗ് ഫിലിം മേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഡിയൻസ് അത് കാണുമ്പോൾ അവർ എന്ത് കാണുന്നു എന്നുള്ളതിന് ഉപരി എന്ത് കാണുന്നില്ല എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഫിലിമിനകത്ത് ഭയങ്കര ക്രൂഷ്യലായിട്ട് വരുന്ന സീൻസൊക്കെ ബ്രാഡ് പിറ്റും ഡാംസൺ എഡ്രസും ഫിലിമിൻ്റെ പ്രൊഡക്ഷനിൽ ട്രാക്കിൽ റിയലായിട്ട് അത്ര സ്പീഡിൽ ഓടിക്കും. അത് കഴിഞ്ഞിട്ട് റിയലായിട്ടുള്ള റേസിൻ്റെ ഫുട്ടേജസുമായിട്ട് ഈ ബ്രാഡ് പിറ്റും ഡാംസണും ഓടിച്ച ഈ സീൻസ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു സീൻസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ CGI ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓസ്കാർ നോമിനേഷൻ കിട്ടിയത് അതിലൊരു സംശയമില്ല. പിന്നെ സൗണ്ട് എഫക്ട്സ് അത് പിന്നെ പ്രത്യേകം എടുത്തു വരേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു IMAX-ൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മറ്റേ അവസാനത്തെ ബ്രാഡ് പിറ്റ് ഫിനിഷ് ലൈന് കിടക്കുമ്പോൾ ആ 2 ഫയർ വർക്ക്സ് വരുന്ന ആ ഒരു സീന്, അത് അടിപൊളി സീനായിരുന്നു. പിന്നെ ഫിലിമിനകത്ത് റേസിനിടയിലുള്ള ആ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് കാറുകൾ ഓവർടേക്ക് ചെയ്തു പോകുന്നത്, ബ്രേക്ക് പിടിക്കുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അതായത് ഡാംസന്റെ കാറും ഹാമിൽട്ടണിൻ്റെ കാറും കൂടെ തമ്മിൽ ഒരുമിച്ച് വന്നിട്ട് ടയേഴ്സ് തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ട് ആ സ്ക്രീച്ചിങ് സൗണ്ടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഫിലിമിനകത്ത് സ്പീഡിൻ്റെ വയലൻസ് കാണിക്കാൻ വേണ്ടി ബ്രാഡ് പിറ്റിൻ്റെ കാർ ക്രാഷ് ആകുന്നത്, അതേപോലെ ഡാംസന്റെ കാർ അത്രയും സ്പീഡിൽ വന്നിട്ട് ഫ്ലിപ്പായി സ്പിന്നായി തീ പിടിക്കുന്ന ആ സീനൊക്കെ എത്രയോ അവേഴ്സ് എടുത്തിട്ട് റെൻഡർ ചെയ്ത സീൻസാണ്. അത്രയും പ്രിസിഷനോടുകൂടി ഇത്രയും സ്പീഡിൻ്റെ വയലൻസ് കാണിക്കാൻ പറ്റിയ സീൻസാണ് ഇതിലുണ്ട്. അതുപോലെ എൻ്റയർ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹാൻസ് സിമ്മർ മാസ്റ്റർ ആറ്റ് ഹീസ് എക്സലൻറ്റ് വർക്കാണ്. മറ്റേ ലൂസ് മൈ മൈൻഡ് ആ ഒരു സോങ് വരുന്ന സീനൊക്കെ എന്തോ അടിപൊളിയാണ്. പിന്നെ ഈ ഫിലിമിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ ഇത്ര അടിപൊളി എക്സ്പീരിയൻസ് തന്നൊരു ഓപ്പണിംഗ് ഷോട്ടായിരുന്നു. പിന്നെ ബ്രാഡ് പിറ്റിൻ്റെ സ്വാഗ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ പറയുന്നത്, പുള്ളി എന്ത് ചെയ്തതിന് സ്റ്റൈലാണ്. പുള്ളി ആ കാർഡ്സ് എടുത്ത് ആ സ്വൈപ്പ് ചെയ്യുന്ന സീന്, ഈ പുള്ളി സംസാരിക്കുന്ന ഇത്, പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ് എല്ലാം സ്വാഗാണ്, ഫുള്ള് സ്റ്റൈലാണ്. പിന്നെ എൻ്റയർലി ജോസഫ് കൊസിൻസ്കിയുടെ ബെസ്റ്റ് വർക്ക് എവറാണ്. പിന്നെ ഈ ഫിലിമിനെ മറ്റേ റഷ്യുമായിട്ടും അല്ലെങ്കിൽ ഫോർഡ് വേഴ്സസ് ഫെറാറിയായിട്ടൊക്കെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം റഷ്യ ഒരു ബയോഗ്രഫി പോലെയാണ്.
ജെയിംസ് ഹണ്ടിൻ്റെയും നിക്കിലോയുടെയും ലൈഫാണല്ലോ സിനിമ. അതേപോലെ ഫോർഡ് വേഴ്സസ് ഫെറാറി ആണെങ്കിലും കെൻ മൈൽസ് എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഡ്രൈവറിൻ്റെ ലൈഫാണ് ആ സ്റ്റോറി. സോ എൻ്റെ ഒരു ഈ ഫിലിം ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടേക്കാണ്. പുതിയതായിട്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തു, ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തു, ഫിക്ഷണൽ ഒരു ടീം ഡെവലപ്പ് ചെയ്തെടുത്തു. പലരും ആ ഒരു ടൈമിൽ വിചാരിച്ചത് APX GP എന്ന് പറയുന്നത് ശരിക്കുള്ളൊരു ഫോർമുല 1 ടീമാണെന്ന്. സോ നിങ്ങളെല്ലാം ഈ ഫിലിം കണ്ടു കാണും. കണ്ടേ നിങ്ങൾക്ക് തോന്നി എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനിത് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഇത് ഫസ്റ്റ് ഒരു ഫിലിം റിവ്യൂ വീഡിയോ ആണ്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കാണും, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ. When was the last time you won a race? Sunday, Daytona? Oh, I'm sorry. I meant Formula 1. Oh, I'm sorry. Then same as you.